എല്ലാവർക്കും നമസ്കാരം. ഹിന്ദി മിത്രം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 9ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റിലുള്ള ജിസ് ഗലി മേ മൈ രഹതാ ഹൂം എന്ന പാഠഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പരിചയപ്പെടുന്നത്. കുട്ടികളെ, ഹിന്ദി മിത്രം എന്ന ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ सब्सक्राइब ചെയ്ത് കാണുക. प्यारे बच्चों, आप सब जानते हैं कि भारत के इतिहास में सन 1947 का महत्व क्या है. അപ്പോൾ ഭാരത ചരിത്രത്തിൽ 1947 പ്രത്യേകത എന്താണ് എന്ന് അല്ലെങ്കിൽ പ്രാധാന്യം എന്താണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. 15 अगस्त 1947 को हमारा देश अंग्रेजों के शासन से मुक्त हुआ. 1947 ഓഗസ്റ്റ് മാസം 15 നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്ന് മോചനം നേടി. अब हम एक स्वतंत्र देश के नागरिक हैं. നാം ഇപ്പോൾ ഒരു സ്വതന്ത്ര രാജ്യത്തെ പൗരന്മാരാണ്. तो बच्चों, हमें ये नहीं भूलना चाहिए कि हमारे देश की स्वतंत्रता के लिए हजारों लोगों ने अपने प्राणों का बलिदान किया था. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകൾ തങ്ങളുടെ ജീവനെ തന്നെ ബലിയർപ്പിച്ചു എന്നുള്ള ആ യാഥാർത്ഥ്യം അല്ലെങ്കിൽ ആ വസ്തുത സ്വതന്ത്ര ഭാരതത്തിലെ പൗരന്മാരായ നാം ആരും തന്നെ മറന്നുപോകാൻ പാടുള്ളതല്ല. देखिए, आपकी हिंदी पाठ्यपुस्तिका में दूसरी इकाई की शुरुआत में यानी पन्ना संख्या 29 में देश के लिए शहीद एक वीर युवक का चित्र है. അപ്പോൾ നിങ്ങളുടെ ഹിന്ദി പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റിന്റെ പ്രാരംഭ ഭാഗത്ത്, അതായത് 29ാമത്തെ പേജിൽ രാജ്യത്തിനു വേണ്ടിയിട്ട് രക്തസാക്ഷിയായ അല്ലെങ്കിൽ തന്റെ ജീവനെ തന്നെ ബലിയർപ്പിച്ച ഒരു ധീരനായ യുവാവിന്റെ ചിത്രം നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ആരാണ് അദ്ദേഹം? ഉൻകാ നാം ആപ് സബ് ജാൻതേ ഹൈ. അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ഏതോ ഭഗത് സിംഗ് ഹെ. ഇത് ഭഗത് സിംഗ് ആണ്. ആപ് एक क्रांतिकारी युवक थे. അദ്ദേഹം വിപ്ലവകാരിയായ ഒരു യുവാവായിരുന്നു. आप देश की आजादी की लड़ाई में सक्रिय रूप से भाग लिया था. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹം വളരെയധികം സജീവമായി പങ്കെടുക്കുകയുണ്ടായി. लेकिन 23 मार्च 1931 को अंग्रेजों ने उन्हें अपने दो साथियों राजगुरु तथा सुखदेव के साथ फांसी पर लटका दिया था. അപ്പോൾ ധീരനായ വിപ്ലവകാരിയായ ഭഗത് സിംഗിനെ 1931 മാർച്ച് മാസം 23-ാം തീയതി ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന്റെ രണ്ട് സുഹൃത്തുക്കളോടൊപ്പം രാജ്ഗുരു, സുഖദേവ് എന്നീ പേരുകളിലുള്ള അദ്ദേഹത്തിന്റെ രണ്ട് സുഹൃത്തുക്കളോടൊപ്പം ഫാസി പർ ലട്കാ ദിയ, തൂക്കിലേറ്റുകയുണ്ടായി. ഉസ് സമയ ഉൻകി ആയു 23 थी. ആ സമയത്ത്, അതായത് ബ്രിട്ടീഷുകാരാൽ തൂക്കിലേറ്റപ്പെടുന്ന ആ സമയത്ത് ഭഗത് സിംഗിന് 23 വയസ്സ് മാത്രമാണ് പ്രായമുണ്ടായിരുന്നത്. ദേശ് കെ ലിയെ പ്രാൺ ദേന ഗർവ് की बात समझने वाला वीर भगत सिंह ने फांसी से पहले जेल से अपने साथियों के नाम जो अंतिम पत्र लिखा था उसकी प्रतिलिपि यहाँ इकाई की शुरुआत में उपलब्ध है. രാജ്യത്തിനു വേണ്ടി തന്റെ ജീവനെ സമർപ്പിക്കുന്നത് ഏറെ അഭിമാനകരമായി കരുതിയിരുന്ന ധീരനായ ഭഗത് സിംഗ് താൻ തൂക്കിലേറ്റപ്പെടുന്നതിന് മുൻപായി ജയിലിൽ വെച്ച് തന്റെ സുഹൃത്തുക്കൾക്ക് അവസാനമായി എഴുതിയ ആ കത്തിന്റെ കോപ്പി നിങ്ങളുടെ ഈ രണ്ടാമത്തെ യൂണിറ്റിന്റെ പ്രാരംഭ ഭാഗത്ത് ആ പേജിൽ 29ാമത്തെ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഉസ്കി കുച്ച് പങ്ക്തിയാ വിശേഷ രൂപ സെ ധ്യാൻ ദേനെ കി ഹെ. അപ്പോൾ അദ്ദേഹം അവസാനമായി എഴുതിയ ആ കത്തിലെ ഏതാനും വരികൾ സവിശേഷമായ ശ്രദ്ധ പതിപ്പിക്കേണ്ടുന്നവയാണ്. മൻകു ഛൂനെ വാലി വോ പങ്ക്തിയാ സര ദേഖിയേ. അപ്പോൾ മനസ്സിനെ ഏറെ സ്പർശിക്കുന്ന അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ അല്ലെ ആ വരികൾ ശ്രദ്ധിക്കുക. ഹസ്തേ ഹസ്തേ മേരെ ഫാസി ചട്നെ കി സൂരജ് മേ. മരണത്തെ യാതൊരു ഭയവും കൂടാതെ ചിരിച്ചുകൊണ്ട് തൂക്കുമരത്തിലേക്ക് കയറുന്ന എൻ്റെ ആ മുഖം കണ്ടിട്ട് ഹിന്ദുസ്ഥാനി മാതായും ഭാരതത്തിലെ അമ്മമാരൊക്കെയും അപ്പനെ ബച്ചോം കെ ഭഗത് സിംഗ് ബന്നേക്ക്
തങ്ങളുടെ പുത്രന്മാരെ അല്ലെങ്കിൽ തങ്ങളുടെ മക്കളെ ഭഗത് സിംഗിനെ പോലെ ആക്കുന്നതിന് അല്ലെങ്കിൽ ഭഗത് സിംഗിനെ പോലെ ധീരന്മാരാക്കുന്നതിന് ആർജു കിയ കരേഗി ആഗ്രഹിക്കും. അപ്പോൾ ഒട്ടും തന്നെ മരണഭയമില്ലാതെ ചിരിച്ചുകൊണ്ട് തൂക്കുമരത്തിലേക്ക് കയറുന്ന എൻ്റെ ആ മുഖം ഭാരതത്തിലെ അമ്മമാരെ വളരെയധികം സ്വാധീനിക്കും. തങ്ങളുടെ മക്കളെയൊക്കെയും ഭഗത് സിംഗിനെ പോലെ ധീരന്മാരാക്കുന്നതിന് അവർ ആഗ്രഹിക്കും. और देश की आजादी के लिए രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയിട്ട് കുർബാനി ദേനെ വാലോം കി കുർബാനി മേനെ ആത്മത്യാഗം അല്ലെങ്കിൽ ബലിദാനം തങ്ങളുടെ ജീവനെ തന്നെ നൽകുന്നവരുടെ താദാത് സംഖ്യ അവരുടെ എണ്ണം ഇത്തിനി ബഡ് ജായേഗി അത് വളരെയധികം വർദ്ധിക്കും. കി ക്രാന്തിക്കോ രോക്ന ജനകീയ വിപ്ലവത്തെ ചെറുക്കുക എന്നുള്ളത് സാമ്രാജ്യവാദ യാ തമാം ശൈത്താനി ശക്തിയോങ്കെ സാമ്രാജ്യവാദികളുടെയോ തമാം ശൈത്താനി ശക്തിയോങ്കെ മുഴുവൻ പൈശാചിക ശക്തികളുടെയോ ബൂത്തേ കി ബാത് നഹി രഹേഗി ബൂത്തമേനെ സാമർഥ്യം അവരുടെ ബൂത്തേ കി ബാത് നഹി രഹേഗി സാമർഥ്യത്തിന് കഴിയാതെ വരും. അപ്പോൾ ജനകീയ വിപ്ലവത്തെ ചെറുക്കുന്നതിന് സാമ്രാജ്യവാദികളുടെയോ മുഴുവൻ പൈശാചിക ശക്തികളുടെയോ സാമർഥ്യത്തിന് കഴിയാത്ത വണ്ണം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയിട്ട് ജീവനെ ബലിയർപ്പിക്കാൻ സന്നദ്ധരായി മുന്നോട്ട് വരുന്നവരുടെ എണ്ണം വർദ്ധിക്കും എന്നാണ് അദ്ദേഹം തന്റെ സുഹൃത്തിന് എഴുതിയ ആ കത്തിലൂടെ പരാമർശിക്കുന്നത്. बच्चों, स्वतंत्रता संग्राम के इतिहास में वीर भगत सिंह के समान कई देश प्रेमियों की कुर्बानियां जुड़ी हुई है. അപ്പോൾ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ധീരനായ ഭഗത് സിംഗിനെ പോലെ തന്നെ ധാരാളം ദേശസ്നേഹികളുടെ ജീവത്യാഗവും അല്ലെങ്കിൽ ആത്മസമർപ്പണവും ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഹമേ മാലൂം ഹൈ കി ദേശ് കി ആസാദി കെ പീछे बहुत बड़ा ഇതിഹാസ് है. അപ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് പുറകിൽ വളരെ വലിയൊരു ചരിത്രം തന്നെയുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിക്കുന്ന 1857 ആ മഹത്തായ വിപ്ലവം മുതൽ, അതായത് ശിപായി ലഹള എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ആദ്യത്തെ ആ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭം മുതൽ 1947 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ ഒരുപാട് സമര പോരാട്ടങ്ങളുണ്ടായി. ഒരുപാട് ദേശസ്നേഹികൾക്ക് തങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തേണ്ടി വന്നു. देखिए बच्चों, यहाँ जिस गली में मैं रहता हूं नामक पाठ की जरिए भारत के स्वतंत्रता आंदोलन की शुरुआत में अर्थात 1857 में अंग्रेजों द्वारा भारतीयों पर जो अत्याचार हुआ था उनका जीता जागता चित्रण है. അപ്പോൾ ഇവിടെ ജിസ് ഗലി മേ മേ രഹതാ ഹൂം എന്നുള്ള ഈ പാഠഭാഗത്തിലൂടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ തുടക്കത്തിൽ, അതായത് 1857 ആ മഹത്തായ വിപ്ലവത്തിന്റെ കാലഘട്ടത്ത് ബ്രിട്ടീഷുകാർ ഭാരതീയരോട് കാണിച്ച അതിക്രമത്തിന്റെയും ക്രൂരതകളുടെയും ഒരു നേർക്കാഴ്ചയാണ് കാണാനായിട്ട് കഴിയുന്നത്. വിശേഷ रूप से उस समय दिल्ली का जो हाल है उसका चित्रण इसमें है. പ്രത്യേകിച്ചും ആ കാലഘട്ടത്ത് 1857 കാലഘട്ടത്തിൽ ഡൽഹി നിവാസികളുടെ ദുരവസ്ഥയാണ് ഈ പാഠത്തിലൂടെ ചിത്രീകരിച്ചിട്ടുള്ളത്. ഈ പാഠം उर्दू एवं फारसी के मशहूर शायर मिर्जा गालिब की डायरी के पन्नों से लिया हुआ है. അപ്പോൾ ഈ പാഠഭാഗം ജിസ് ഗലീമെ മേ രഹതാ ഹൂം എന്നുള്ള ഈ പാഠഭാഗം ഉറുദു ഫാർസി ഭാഷകളിലെ വിഖ്യാത കവിയായ മിർजा ഗാലിബിന്റെ ഡയറിയിലെ പേജുകളിൽ നിന്ന് എടുക്കപ്പെട്ടതാണ്. देखिए मिर्जा गालिब के बारे में आपकी पाठ्यपुस्तिका में क्या लिखा है. അപ്പോൾ മിർजा ഗാലിബിനെ കുറിച്ച് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ എന്താണ് നൽകിയിട്ടുള്ളതെന്ന് നോക്കുക. देखिए मिर्जा गालिब का पूरा नाम है मिर्जा असदुल्ला बेग खान. അപ്പോൾ മിർजा ഗാലിബിന്റെ പൂർണ്ണമായ പേര് മിർजा അസദുള്ള ബേഗ് ഖാൻ എന്നാണ്. അപ്പോൾ ഗാലിബ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ തൂലികാ നാമമാണ്. 27 दिसंबर 1796 को उत्तर प्रदेश के आगरा में जन्म. അപ്പോൾ ഗാലിബ് ജനിച്ചത് 1796 ഡിസംബർ മാസം 27-ാം തീയതി ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് അദ്ദേഹം ജനിച്ചത്. ഉറുദു ഏവം ഫാർസി കെ മഹാൻ ഷായർ. ഉറുദു ഫാർസി ഭാഷകളിലെ ശ്രേഷ്ഠനായ കവിയായിരുന്നു അദ്ദേഹം. മുഗൾ കാൽ കെ ആഖിരി ശാസക് ബഹാദുർ ഷാ ജഫർ കെ ദർബാരി കവി. മുഗൾ ഭരണകാലഘട്ടത്തെ ആഖിരി ശാസക്
അവസാനത്തെ ഭരണകർത്താവായ ബഹാദുർ ഷാ ജഫറിന്റെ ദർബാരി കവി, കൊട്ടാരത്തിലെ കവിയായിരുന്നു മിർഷ ഗാലിബ്. 15 फरवरी 1869 को दिल्ली में मृत्यु. 1869 ഫെബ്രുവരി മാസം 15-ാം തീയതി ഡൽഹിയിൽ വെച്ച് അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നു. देखिए बच्चों, मैंने पहले ही बताया था जिस गली में मैं रहता हूं नामक ये पाठफाग मिर्ഷ ഗാലിബ് की डायरी के पन्नों से लिया हुआ है. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് ഈ പാഠഭാഗം ജിസ് ഗലീമേ മേ രഹതാ ഹൂ എന്നുള്ള ഈ പാഠഭാഗം മിർഷ ഗാലിബിന്റെ ഡയറിയിൽ നിന്ന് എടുക്കപ്പെട്ടതാണ്. देखिए मिर्ഷ ഗാലിബ് की दस्तंबू नामक डायरी के बारे में आपकी पाठ्यपुस्तिका में क्या लिखा है? അപ്പോൾ മിർഷ ഗാലിബിന്റെ ദസ്തംബു എന്ന് പേരുള്ള, ദസ്തംബു മേനെ പുഷ്പഗുച്ഛ്, ബൊക്കെ. അപ്പോൾ ഗാലിബിന്റെ ദസ്തംബു എന്ന് പേരുള്ള ആ ഡയറിയെ കുറിച്ച് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ എന്താണ് സൂചിപ്പിച്ചിട്ടുള്ളതെന്ന് നോക്കുക. दस्तंबू सन 1857 में भारत की पहली जनक्रांति हुई. 1857 ഭാരതത്തിലെ ആദ്യത്തെ ജനകീയ വിപ്ലവം ആരംഭിച്ചു. അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിച്ചു. ഹസാരോ നിർദോഷ് വ്യക്തിയോങ്കോ, ആയിരക്കണക്കിന് നിരപരാധികളെ ആസാദി കി ഇസ് ലഡായി മേ, സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ അംഗ്രേസ് സോംനെ മാർ ഡാല, ഇംഗ്ലീഷുകാർ കൊല്ലുകയുണ്ടായി. ഗാലിബ് ഉൻ ദിനോം ദില്ലി മേ ഥേ, ഗാലിബ് ആ ദിനങ്ങളിൽ ഡൽഹിയിലുണ്ടായിരുന്നു. अंग्रेज सोम के अत्याचारों को खुद उन्होंने देखा. അംഗ്രേസ് സോംകെ, ഇംഗ്ലീഷുകാരുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ അത്യാചാരവും അതിക്രമങ്ങളൊക്കെയും ഖുദ് ഉനോംനെ ദേഖ, അദ്ദേഹത്തിന് നേരിട്ട് കാണുവാൻ കഴിഞ്ഞു. തബ് ഉനോംനെ എക് ഡയറി ലിഖി തി ദസ്തംബു, അപ്പോൾ അദ്ദേഹം എഴുതിയ ഡയറിയാണ് ദസ്തംബു. അതായത് 1857 ആ ജനകീയ വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്ന ആ സമയത്ത്, അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ തുടക്കം കുറിക്കുന്ന ആ ദിനങ്ങളിൽ ഡൽഹി നിവാസികളോട് ബ്രിട്ടീഷുകാർ കാണിച്ച അതിക്രമത്തിന്റെ അദ്ദേഹത്തിന് നേരിട്ടുണ്ടായ അനുഭവം അദ്ദേഹം എഴുതി വച്ചിട്ടുള്ള ഡയറിയാണ് ദസ്തംബു. ദസ്തംബു മേ ഗാലിബിനെ 1857 में दिल्ली का हाल लिखा है. അപ്പോൾ ദസ്തംബു എന്ന തന്റെ ആ ഡയറിയിൽ ഗാലിബ് ജി 1857 ദില്ലി കാ ഹാൽ ലിഖാ ഹെ, ഡൽഹിയുടെ അവസ്ഥ എഴുതിയിട്ടുണ്ട്. ഇസ്മേ സാധാരണ ആദ്മി കി മുസീബത്ത്, ഇതിൽ സാധാരണക്കാരായ മനുഷ്യർക്കുണ്ടായ ബുദ്ധിമുട്ടുകളെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ കഷ്ടപ്പാടുകളെ കുറിച്ചും, और भूख तथा प्यास से तड़पते लोगों काफी, വിശപ്പും ദാഹവും കൊണ്ട് വല്ലാതെ വിഷമിച്ചിരുന്ന ആളുകളെ കുറിച്ചും ജിക്ർ ഹെ, സൂചിപ്പിച്ചിട്ടുണ്ട്. ये पाठभाग दस्तंबू से लिया गया है. അപ്പോൾ ജിസ് ഗലി മേ മേ രഹതാ ഹൂ എന്നുള്ള ഈ പാഠഭാഗം ദസ്തംബു എന്ന ആ ഡയറിയിൽ നിന്ന് എടുക്കപ്പെട്ടതാണ്. देखिए मिर्शा गालिब फारसी भाषा में लिखी दस्तंबू नामक डायरी का हिंदी अनुवाद डॉक्टर कैलाश नारद ने किया था. അപ്പോൾ മിർഷ ഗാലിബ് ഫാർസി ഭാഷയിൽ എഴുതിയ ദസ്തംബു എന്നു പേരുള്ള തന്റെ ആ ഡയറിയുടെ ഹിന്ദി ട്രാൻസ്ലേഷൻ നിർവഹിച്ചിട്ടുള്ളത് ഡോക്ടർ കൈലാസ് നാരദ് എന്ന വ്യക്തിയാണ്. आप हिंदी के प्रमुख साहित्यकार एवं पत्रकार हैं. डॉक्टर कैलाश नारद ഹിന്ദിയിലെ പ്രമുഖ സാഹിത്യകാരനും അതോടൊപ്പം തന്നെ പത്രകാരനും ജേർണലിസ്റ്റും കൂടിയാണ്. देखिए बच्चों, अब हमें मिर्शा गालिब की डायरी के पन्नों से लिया हुआ जिस गली में मैं रहता हूं नामक पाठ की ओर ध्यान देना है. പിന്നെ നമുക്ക് മിർഷ ഗാലിബിന്റെ ഡയറിയിൽ നിന്ന് എടുക്കപ്പെട്ട ജിസ് ഗലി മേ മേ രഹതാ ഹൂം എന്നുള്ള പാഠഭാഗം ശ്രദ്ധിക്കാവുന്നതാണ്. ജിസ് ഗലി മേ മേ രഹതാ ഹൂം, ഞാൻ താമസിക്കുന്ന തെരുവിൽ. നോക്കുക, മിർഷ ഗാലിബ് തന്റെ ഡയറിയിലൂടെ എന്തൊക്കെയാണ് പരാമർശിച്ചിട്ടുള്ളത്. അംഗ്രേസ് സോംനെ ദില്ലി മേ ആത്തെ ഹി സീധേ സാധേ ലോഗോं को मारना शुरू कर दिया. അംഗ്രേസ് സോംനെ, ഇംഗ്ലീഷുകാർ, ദില്ലി മേ ആത്തെ ഹി, ഡൽഹിയിൽ പ്രവേശിച്ചപ്പോഴേക്കും സീധേ സാധേ ലോഗോं को, നിഷ്കളങ്കരായ അല്ലെങ്കിൽ നിരപരാധികളായ ധാരാളം ആളുകളെ മാർന ശുരൂ കർ ദിയ, കൊല്ലുവാൻ ആരംഭിച്ചു. ഇപ്പോൾ ഡൽഹിയിലെത്തിയ ബ്രിട്ടീഷുകാർ നിരപരാധികളായ ഒത്തിരി ഭാരതീയരെ കൊല്ലുവാൻ ആരംഭിച്ചു.
उन्होंने गरीबों के घर भी जला दिए. അവർ ഗരീബോം കെ ഘർ ഭി, പാവപ്പെട്ടവരുടെ വീടുകളും ജലാദിയെ കത്തിച്ചു കളഞ്ഞു. അപ്പൊ നിഷ്കരണം, പാവപ്പെട്ടവന്റെ പാർപ്പിടങ്ങളൊക്കെയും അവർ അഗ്നിക്കിരയാക്കി. ഗോരോം കെ ഡർ സെ ദില്ലി വാലോം മേ ഭഗ്ദൾ മച്ച് ഗയി. ഗോരോം കെ ഡർ സെ, ഗോരാമേനെ വെള്ള എന്ന അർത്ഥം. ഇവിടെ ഗോര എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വെള്ളക്കാരെയാണ്. ഗോരോം കെ ഡർ സെ, വെള്ളക്കാരെ ഭയന്ന്, അതായത് ഇംഗ്ലീഷുകാരെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ ഭയന്ന് ദില്ലി വാലോം മേ ഭഗ്ദൾ മച്ച് ഗയി, ഡൽഹി നിവാസികളൊക്കെയും പരിഭ്രമിച്ചോടുവാൻ തുടങ്ങി. അപ്പിനി അപ്പിനി ജാൻ ബച്ചാക്കർ, തങ്ങളുടെ പ്രാണരക്ഷാർത്ഥം വേ ഭാഗ് നികലെ, പലരും ഡൽഹി വിട്ടോടുകയും ചെയ്തു. അപ്പോൾ തങ്ങളുടെ സമ്പത്തെല്ലാം ഉപേക്ഷിച്ച് തങ്ങളുടെ പ്രാണരക്ഷാർത്ഥം ഒത്തിരി ആളുകൾ ഡൽഹി വിട്ട് മറ്റിടങ്ങളിലേക്ക് പലായനം ചെയ്യുകയുണ്ടായി. ജിസ് ഗലി മേ മൈ രഹതാ ഹൂം, ഞാൻ താമസിക്കുന്ന തെരുവിൽ, ഉസ്മേ സിർഫ്, അവിടെ കേവലം 10-12 ഘർ थे, 10-12 വീടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗലി മേ ഘുസ്നെ കാ സിർഫ് ഏക് ഹി രാസ്ത ഥാ. ഗലി മേ ഘുസ്നെ കാ, ഘുസ്ന മേനെ പ്രവേശിക്കുക. ഗലി മേ ഘുസ്നെ കാ, ഞങ്ങളുടെ ആ തെരുവിലേക്ക് പ്രവേശിക്കുന്നതിന് സിർഫ് ഏക് ഹി രാസ്ത ഥാ, കേവലം ഒരൊറ്റ വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വഹാൻ കോയി കുവാൻ നഹീ ഥാ, അവിടെ കോയി കുവാൻ നഹീ ഥാ, കിണറുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങളുടെ തെരുവിൽ ജലം ശേഖരിക്കുന്നതിനായിട്ട് കിണറുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ജോ ലോഗ് ഭാഗ് നഹീം പായെ, അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഓടുവാൻ സാധിക്കാത്ത ആളുകൾ, ഉൻ സബ്നെ മിൽക്കർ, അവരെല്ലാം ഒരുമിച്ച് ചേർന്ന് ഗലി കാ ദർവാസ, തെരുവിൻ്റെ വാതിൽ, ഭീതർ സെ ബന്ദ് കർ ദിയ, ഉള്ളിൽ നിന്ന് അടയ്ക്കുകയുണ്ടായി. ഓർ വഹാം പത്ഥർ രഖ്ദിയെ, അതിനുശേഷം വഹാം പത്ഥർ രഖ്ദിയെ, ആ വാതിലിനോട് ചേർത്ത് വലിയൊരു കല്ല് ഉരുട്ടി വെക്കുകയും ചെയ്തു. तो देखिए बच्चों, यहाँ दिल्ली वालों में क्यों भगदड़ मच गई? അപ്പോൾ ഈ ഡൽഹി നിവാസികളൊക്കെയും പരിഭ്രമിച്ച് ഓടുവാനുള്ള കാരണം എന്താണ്? അംഗ്രേസോ മേ ദില്ലി മേ ആത്തേ ഹി, ഇപ്പൊ ബ്രിട്ടീഷുകാർ ഡൽഹിയിൽ പ്രവേശിച്ച ഉടനെ തന്നെ സീധേ സാധേ ലോഗോങ്കോ, വളരെയധികം നിഷ്കളങ്കരായ ആളുകളെ മാർന ശുരു കർ ദിയ, കൊല്ലുവാൻ ആരംഭിച്ചു. ഉനോനെ ഗരീബോം കെ ഘർ ഫി ജലാ ദിയെ, അവർ പാവപ്പെട്ടവരുടെ വീടുകളൊക്കെയും ജലാദിയെ കത്തിക്കുകയും ചെയ്തു. ഗോരോം കെ ഡർ സെ ദില്ലി വാലോം മേ ഭഗ്ദൾ മച്ച് ഗയി. അപ്പോൾ ഗോരോം കെ ഡർ സെ, ആ വെള്ളക്കാരെ ഭയന്ന് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ ഭയന്ന് ദില്ലി വാലോം മേ ഭഗ്ദൾ മച്ച് ഗയി, ഡൽഹി നിവാസികളൊക്കെയും പരിഭ്രമിച്ചോടുവാൻ തുടങ്ങി. तो यहाँ മിർഷ ഗാലിബ് की ഗലി की വിശേഷതയെ क्या क्या है? മിർഷ ഗാലിബ് താമസിച്ചിരുന്ന ആ തെരുവിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മിർഷ ഗാലിബ് की ഗലി में सिर्फ 10-12 घर थे. അപ്പോൾ മിർഷ ഗാലിബ് താമസിച്ചിരുന്ന ആ തെരുവിൽ കേവലം 10-12 घर थे, 10-12 വീടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉസ്മേ ഘുസ്നെ കെ ലിയെ സിർഫ് ഏക് ഹി രാസ്ത ഥാ, അപ്പോൾ ആ തെരുവിലേക്ക് ഘുസ്നെ കെ ലിയെ പ്രവേശിക്കുന്നതിന് സിർഫ് ഏക് ഹി രാസ്ത ഥാ, ഒരൊറ്റ വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വഹാ കോയി കുവാൻ നഹീ ഥാ, അപ്പോൾ ആ തെരുവിനുള്ളിൽ കോയി കുവാൻ നഹീ ഥാ, ഒരു കിണറും ഉണ്ടായിരുന്നില്ല. तो यहाँ अंग्रेजों से बचने के लिए ഗലി വാലോം ने क्या किया? അപ്പോൾ ഇവിടെ ഇംഗ്ലീഷുകാരിൽ നിന്ന് രക്ഷ നേടുന്നതിനായിട്ട് ഗലി വാലോം ने क्या किया? ആ തെരുവ് നിവാസികളൊക്കെയും എന്താണ് ചെയ്തത്? ഗലി വാലോം ने मिलकर ഗലി का दरवाजा ഭീതർ से बंद कर दिया. അപ്പോൾ ആ തെരുവ് നിവാസികളെല്ലാം ഒത്തുചേർന്ന് ഗലി കാ ദർവാസ, ആ തെരുവിലേക്കുള്ള പ്രവേശന കവാടത്തെ ഭീതർ സെ ബന്ദ് കർ ദിയ, ഉള്ളിൽ നിന്ന് അടയ്ക്കുകയുണ്ടായി. അവർ വഹാ ഏക് പത്ഥർ രഖ് ദിയ, അതിനുശേഷം അവിടെ ഒരു കല്ലുരുട്ടി വെക്കുകയും ചെയ്തു. ഡയറിക്ക് ആകെ ഭാഗി ഓർ ധ്യാൻ ദീജിയെ, ആ ഡയറിയുടെ തുടർന്നുള്ള ഭാഗം ശ്രദ്ധിക്കുക. घरों में खाने पीने का जितना सामान था धीरे धीरे खत्म होने लगा. घरों में, വീടുകളിൽ, ഖാനെ പീനെ കാ ജിത്ന സാമാൻ ഥാ, കഴിക്കുന്നതിനായി അവശേഷിച്ചിരുന്ന ഭക്ഷണമൊക്കെയും ധീരെ ധീരെ ഖത്മ ഹോനെ ലഗ, മെല്ലെ മെല്ലെ അല്ലെങ്കിൽ ദിവസം ചെല്ലുന്തോറും
ഖത്ം ഹോനെ ലഗ, അവസാനിക്കുവാൻ അല്ലെങ്കിൽ തീരുവാൻ തുടങ്ങി. പാനി കി ബെഡി ദിഖത് ഥി, വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ദിഖത് മേനെ ബുദ്ധിമുട്ട്. ലോഗ് ബെഡി സാവധാനി സെ, ആളുകൾ ബെഡി സാവധാനി സെ, വളരെയധികം ജാഗ്രതയോടെ, സാവധാനി മേനെ ജാഗ്രത അല്ലെങ്കിൽ ശ്രദ്ധ, വളരെ ശ്രദ്ധയോടെ അല്ലെങ്കിൽ വളരെ ജാഗ്രതയോടെ, ആഹിസ്ത ആഹിസ്ത ഉസ് പാനി കോ പീ രഹേ ഥേ, ആഹിസ്ത ആഹിസ്ത, ധീരെ ധീരെ അല്ലെങ്കിൽ സ്ലോലി, വളരെ സാവധാനം, ഉസ് പാനി കോ പീ രഹേ ഥേ, തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന ആ ജലം കുടിക്കുകയായിരുന്നു. അല്പാൽപമായിട്ട് തങ്ങളുടെ പ്രാണനെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ജലം മാത്രം കുടിച്ച് അവരെങ്ങനെ ഓരോ ദിനവും കഴിച്ചുകൂട്ടി. ലേക്കിൻ ആഖിർക്കാർ, എന്നാൽ അവസാനം ഒരു നാൾ, വേ ഖഡേഫി ഖാലി ഹോഗേ, ഞങ്ങൾ ജലം ശേഖരിച്ചിരുന്ന ആ അവസാന കുടവും ഖാലി ഹോഗേ, തീരുകയുണ്ടായി. ഏസേമേ, ഇങ്ങനെയുള്ള ആ വിഷമകരമായ അല്ലെങ്കിൽ തികച്ചും ബുദ്ധിമുട്ട് നിറഞ്ഞ ആ ദിനങ്ങളിൽ, അതായത് കഴിക്കാൻ ഭക്ഷണമോ കുടിക്കാൻ ജലമോ ഇല്ലാത്ത ആ അവസ്ഥയിൽ, ഗലീമേ രഹ്നെ വാലെ ദോ ദിൻ ഓർ ദോ രാത്ത്, ആ തെരുവിൽ താമസിച്ചിരുന്ന ആളുകൾ ദോ ദിൻ, 2 പകലുകളും, ഓർ ദോ രാത്ത്, 2 രാത്രികളും, ഭൂക്കെ പ്യാസെ സമയ കാട്ടെ രഹെ, വിശപ്പും ദാഹവും സഹിച്ച കഴിഞ്ഞുകൂടി. ലേക്കിൻ ജബ് പ്യാസ് ബർദാസ്ത് നഹി ഹുയി തോ, ബർദാസ്ത് കർണ സഹിക്കുക, ലേക്കിൻ പ്യാസ് ബർദാസ്ത് നഹി ഹുയി തോ, എന്നാൽ തങ്ങളുടെ ദാഹം സഹിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ, പരേശാൻ ലോഗോംനെ, വളരെയധികം ബുദ്ധിമുട്ടിയ ആളുകൾ, ഗലി കാ ദർവാസ ഖോൽ ദിയ, ആ തെരുവിൻ്റെ വാതിൽ അവസാനം തുറക്കുകയുണ്ടായി. ഭക്ഷണവും വെള്ളവുമില്ലാതെ തങ്ങൾ മരിച്ചു പോകുമെന്നൊരവസ്ഥ വന്നപ്പോൾ അവരെന്ത് ചെയ്തു? ആ തെരുവിൽ അവർ തന്നെ അടച്ചു വെച്ച ആ വാതിൽ അവർ തുറക്കുകയുണ്ടായി. എന്നിട്ട് വേ പാനി കി തലാഷ് മേ, അവർ ജലം അന്വേഷിച്ച്, ബർത്തനിലേക്ക്, പാത്രങ്ങളുമെടുത്ത്, നിഗൽപ്പെടെ, ആ തെരുവിന് പുറത്തേക്ക് പുറപ്പെട്ടു. ലേക്കിൻ പാനി തോ ദൂർ ദൂർ തക് കഹി നഹി ഥ, എന്നാൽ ഒരിടത്തും അവർക്ക് ജലം ലഭ്യമായില്ല. ആ തെരുവിന് പുറത്ത് പല ഭാഗങ്ങളിൽ സഞ്ചരിച്ചിട്ടും അല്ലെങ്കിൽ ഒത്തിരി ദൂരം സഞ്ചരിച്ചിട്ടും അവർക്ക് കുടിവെള്ളം ലഭ്യമായില്ല. ശോര ബാരൂദ് ബനാനേക്ക് കാം മേ ആത്താ ഹെ, ശോര മേനെ വെടിയുപ്പ്, അതായത് പൊട്ടാസ്യം നൈട്രേറ്റ്, ബാരൂദ് ബനാനേക്ക് കാം മേ ആത്താ ഹെ, ബാരൂദ് മേനെ വെടിമരുന്ന്, ഗൺ പൗഡർ. ശോര അതായത് പൊട്ടാസ്യം നൈട്രേറ്റ് ബാരൂദ് ബനാനേക്ക് കാം മേ ആത്താ ഹെ, വെടിമരുന്ന് നിർമ്മിക്കുന്നതിന് അല്ലെങ്കിൽ ഗൺ പൗഡർ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. ഉസി ഷോരേ കാ പാനി, അപ്പോൾ ആ വെടിയുപ്പ് കലർന്ന അല്ലെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റ് കലർന്ന ജലം ജബ് ആസ്പാസ് മിലാഥോ, ആ പരിസരത്ത് നിന്ന് ലഭിച്ചപ്പോൾ, ഗലി വാലെ ഉസ് പാനി കോ ഘർ മേ ലേ ആയി, വേറെ ഗതിയില്ലാത്തത് കൊണ്ട് ആ തെരുവ് നിവാസികൾ ആ മലിനജലം കോരിക്കൊണ്ട് തങ്ങളുടെ വീട്ടിലേക്ക് വന്നു. വേസെ ജഹരീലെ പാനി പീക്കർ ഹി ഉനോംനെ പ്യാസ് ബുച്ചായി, അപ്പോൾ അവിടെ നിന്ന് അവർക്ക് ലഭ്യമായ ജഹരീലെ പാനി, ജഹരീല മേനെ വിഷമയമായ, വളരെയധികം വിഷമയമായ ജലം, പീക്കർ ഹി കുടിച്ച്, ഉനോംനെ പ്യാസ് ബുച്ചായി, ആ തെരുവ് നിവാസികൾ തങ്ങളുടെ ദാഹം ശമിപ്പിച്ചു. കാരണം അവർക്കതല്ലാതെ മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല. വോ പാനി ഇത്തന കഡ്വ ഓർ ബദ്ബൂദാർ ഥാ, അപ്പൊ അവർ കുടിച്ച ആ വെടിയുപ്പ് കലർന്ന ആ ജലം ഇത്തന കഡ്വ ഓർ ബദ്ബൂദാർ ഥാ, കഡ്വ മേനെ കയ്പുള്ളത്, ഓർ ബദ്ബൂദാർ ദുർഗന്ധം വമിക്കുന്നത്. അപ്പോൾ അവർ കുടിച്ച ആ ജലം, പൊട്ടാസ്യം നൈട്രേറ്റ് കലർന്ന അല്ലെങ്കിൽ വെടിയുപ്പ് കലർന്ന ആ ജലം കഡ്വ ഓർ ബദ്ബൂദാർ ഥാ, വളരെയധികം കയ്പേറിയതും അതുപോലെ തന്നെ ദുർഗന്ധം വമിക്കുന്നതുമായിരുന്നു. കി ലഗാ ജൈസെ പാനി നഹി മൗത് പീ രഹേ ഹോ, തങ്ങൾ പാനി നഹി ജലമല്ല, മൗത് പീ രഹേ ഹോ, മരണമാണ് കുടിക്കുന്നത് എന്ന് അവർക്ക് തോന്നി. അപ്പൊ നോക്കുക, തങ്ങൾ കുടിക്കുന്നത് പാനി നഹി മൗത് ഹെ, ജലമല്ല മരണമാണ് എന്ന് തോന്നത്തക്ക വണ്ണം വളരെയധികം കയ്പുള്ളതും ദുർഗന്ധം വമിക്കുന്നതുമായ ജലമാണ് അവർക്ക് കിട്ടിയത്. देखिए यहाँ प्यास बर्दाश्त नहीं हुई तो परेशान गली वालों ने क्या किया? അപ്പോൾ തങ്ങളുടെ ദാഹം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ പരേശാൻ ഗലി വാലോനെ, വളരെയധികം വിഷമിച്ച, ദാഹം സഹിക്കാൻ കഴിയാതെ വളരെയധികം പരവശരായ ആ തെരുവ് നിവാസികളൊക്കെയും
क्या किया? എന്താണ് ചെയ്തത്? हाँ, प्यास बर्दाश्त नहीं हुई तो परेशान गली वालों ने गली का दरवाजा खोल दिया. അപ്പോൾ തങ്ങളുടെ ദാഹം സഹിക്കവയ്യാതെ വന്നപ്പോൾ, ദാഹം കാരണം തങ്ങൾ മരിച്ചു പോകുമെന്നൊരു അവസ്ഥ എത്തിച്ചേർന്നപ്പോൾ വളരെയധികം വിഷമത്തിലായ ഗലി വാലോനെ, ആ തെരുവ് നിവാസികളൊക്കെയും ഗലി ക ദർവാസ ഖോൽ ദിയ, അവസാനം മറ്റു വഴിയൊന്നും കാണാതായപ്പോൾ ആ തെരുവിന്റെ വാതിൽ, അവർ അടച്ചു വച്ചിരുന്ന ആ വാതിലിനെ തുറക്കുകയുണ്ടായി. फिर वे पानी की तलाश में बर्तन लेकर निकल पड़े. പിന്നീട് ആ തെരുവ് നിവാസികളൊക്കെയും പാനി കി തലാഷ് മേ, ജലം അന്വേഷിച്ച് ബർത്തൻ ലേക്ക്, പാത്രങ്ങളും എടുത്ത് നികൽ പड़े, പുറപ്പെട്ടു. तो देखिए, पानी की तलाश में निकले गली वालों को कौन सा पानी मिला. അപ്പോൾ എങ്ങനെ ജലം ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് തെരുവിന്റെ ആ വാതിൽ തുറന്നോ അല്ലെങ്കിൽ കവാടം തുറന്നോ പുറത്തേക്ക് പാത്രങ്ങളുമായി പോയ ആ തെരുവ് നിവാസികൾക്ക് കോൺസ പാനിയുമില്ല, എപ്രകാരമുള്ള ജലമാണ് കിട്ടിയത്? ഹാ, ശോരേക്ക പാനി, വെടിയുപ്പ് കലർന്ന ജലമാണ് അവർക്ക് കിട്ടിയത്. അതായത് പൊട്ടാസ്യം നൈട്രേറ്റ് കലർന്ന മലിനജലമാണ് അവർക്ക് ലഭ്യമായത്. അപ്പോൾ ശോരേക്ക പാനി കേസാഥ, ആ വെടിയുപ്പ് കലർന്ന ജലം എപ്രകാരമുള്ളതായിരുന്നു? ഹാ, ശോരേക്ക പാനി കഡ്വ ഓർ ബദ്ബൂദാഥ, ആ വെടിയുപ്പ് കലർന്ന, അതായത് പൊട്ടാസ്യം നൈട്രേറ്റ് കലർന്ന ആ ജലം കട്വ, വളരെയധികം കയ്പുള്ളതും അതുപോലെ തന്നെ ബദ്ബൂദാഥ, ദുർഗന്ധം വമിക്കുന്നതും ആയിരുന്നു. तो देखिए, आपकी पाठ्यपुस्तिका में प्रसंगानुकूल एक सवाल है. അപ്പോൾ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ആ പാഠത്തോടനുബന്ധിച്ച് തന്നെ ഒരു ചോദ്യം നൽകിയിട്ടുണ്ട്. ലഗ ജൈസെ പാനി നഹി മൗത്ത് പീ രഹേ ഹോ, അപ്പോൾ തങ്ങൾ ജലമല്ല മരണമാണ് കുടിക്കുന്നത് എന്ന് അവർക്ക് തോന്നി. യഹാം കിസ് ഹാലത് കി ഓർ സംഗീത് ഹെ, ഇവിടെ ഏത് അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്? പ്രത്യേകിച്ചും ആ തെരുവ് നിവാസികളുടെ ഏത് അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ഹാ, ഗലി വാലോं को पानी के अभाव में कड़वा और बदबूदार शोरे का पानी पीना पड़ता है. അപ്പോൾ ആ തെരുവ് നിവാസികൾക്കൊക്കെയും വേറെ ജലമൊന്നും ലഭ്യമാകാതെ വന്നപ്പോൾ അവസാനം കഡ്വ ഓർ ബദ്ബൂദാർ, വളരെ കൈപ്പേറിയതും ദുർഗന്ധം വമിക്കുന്നതുമായ ശോരേക്ക പാനി പീനാ പട്ടാ ഹെ, ആ വെടിയുപ്പ് കലർന്ന ജലം, പൊട്ടാസ്യം നൈട്രേറ്റ് കലർന്ന ആ ജലം കുടിക്കേണ്ടതായിട്ട് വരുന്നു. ഉന്നെ ലഗ ജൈസെ പാനി നഹി മൗത്ത് പീ രഹേ ഹോ, അതുകൊണ്ട് തന്നെ അവർക്ക് തോന്നി തങ്ങൾ കുടിക്കുന്നത് ജലമല്ല മറിച്ച് മരണമാണ് എന്ന്. യഹാ ലോകോം കി വിവശത കി ഓർ സംഗീത് ഹെ, ഇവിടെ ആളുകളുടെ ആ നിസ്സഹായ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ ആ വിവശതയാണ് സൂചിപ്പിക്കുന്നത്. ഡയറിക്ക് ആകെ ഭാഗ് കി ഓർ ധ്യാൻ ദീജിയെ, ഡയറിയുടെ തുടർന്നുള്ള ഭാഗം ശ്രദ്ധിക്കുക. ഏക് ദിൻ ബർസാത്ത് ഹുയി, അങ്ങനെയിരിക്കെ ഒരു ദിവസം ബർസാത്ത് ഹുയി, ബർസാത്ത് മേനെ ബാരിഷ്, ഇപ്പം മഴ, ഒരു ദിവസം നല്ല മഴയുണ്ടായി. ഖൂബ് പാനി ബർസ, വളരെയധികം മഴ പെയ്തു. ഹംനെ ഏക് ചാദർ ബാന്ധ്ലി, അപ്പോൾ ഞങ്ങൾ ആ തെരുവിലുള്ള ആളുകളൊക്കെയും ഏക് ചാദർ ബാന്ധ്ലി, ചാദർ മേനെ പുതപ്പ് അല്ലെങ്കിൽ വലിയ വിരിപ്പ്, ഒരു വലിയ പുതപ്പെടുത്ത് അല്ലെങ്കിൽ വലിയൊരു ഷീറ്റ് എടുത്ത് അവിടെ വലിച്ചു കെട്ടി. അവർ ഏക് മഡ്ക, എന്നിട്ട് ഒരു മൺകലം ഉസ്കെ നീച്ചെ രഖ്, അതിൻ്റെ അടിയിലായിട്ട് കൊണ്ടുചെന്ന് വയ്ക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും മഴവെള്ളം ശേഖരിക്കുവാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തത്. वो पानी ही उस वक्त हमारे लिए सबसे बड़ी दौलत थी. वो पानी ही, ആ ജലമായിരുന്നു, ഉസ് വക്ത്, ആ സമയത്ത്, ഹമാരെ ലിയെ സബ്സെ ബഡി ദൗലത് ഥി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സബ്സെ ബഡി ദൗലത്, ഏറ്റവും വലിയ സമ്പത്ത്. ദൗലത് മേനെ സമ്പത്ത്. देखिए, यहाँ ഗലി വാലെ കിസെ സബ്സെ ബഡി ദൗലത് മാനത്തെ थे. ഇവിടെ ആ തെരുവ് നിവാസികളൊക്കെയും എന്തിനെയാണ് ഏറ്റവും വലിയ സമ്പത്തായി, അമൂല്യമായ വസ്തുവായി കരുതിയത്? ഹാ, ബർസാത് കാ പാനി, മഴവെള്ളം. അപ്പോൾ ആ മഴയിലൂടെ ലഭിച്ച ജലമാണ് തെരുവ് നിവാസികൾക്ക് ആ സമയത്ത് ഏറ്റവും അമൂല്യമായ വസ്തുവായി തോന്നിയത്. वो पानी बटोरने के लिए उन्होंने चादर बांध ली. ആ ജലം ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുകയുണ്ടായി? വലിയ പുതപ്പ് ഇങ്ങനെ വലിച്ചു കെട്ടുകയും അല്ലെങ്കിൽ വലിയ ഷീറ്റ് ഇങ്ങനെ വലിച്ചു കെട്ടുകയും ഉസ്കെ നീച്ചെ, അതിന് ചുവട്ടിലായിട്ട് മഡ്കാഫി രഖ് ദിയ, മൺകലം കൊണ്ടുചെന്ന് വയ്ക്കുകയും ചെയ്തു. ठीक है बच्चों, आज के क्लास में
मिर्जा गालिब की डायरी के कुछ भागों से परिचित होने का अवसर मिला है. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ മിർജ ഗാലിബിന്റെ ഡയറിയുടെ കുറച്ച് ഭാഗം പരിചയപ്പെടാനായിട്ട് സാധിച്ചു. डायरी के शेष भाग से परिचित होने के लिए अगले क्लास में हम फिर मिलेंगे. ഡയറിയുടെ ശേഷിക്കുന്ന ഭാഗം പരിചയപ്പെടുന്നതിനായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ധന്യവാദം.